സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും എന്ന പോലെ പറയട്ടെ, ദീൻ നന്നായി പഠിക്കുക. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന ഒരിക്കൽ കുറവ് വരുത്തരുത്. അതുപോലെ തന്നെ പരലോകത്തേക്ക് എത്തുമ്പോൾ മുസ്ലിമായിട്ടെത്താൻ കുറച്ച് തീരുമാനവും അള്ളാഹുയുടെ സഹായത്തേട്ടവും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കുക. ഫിത്നകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലമാണിത്. അവിടുന്ന് പറഞ്ഞു, ബാദറു ബിൽ ഫിതനി ബാദറു ബിൽ അമാലി ഫിതനൻ ഖിതഅൽ ലൈലിൽ മുദ്ലിം. കടുത്ത ഇരുട്ട് പിടിച്ച രാത്രി വന്നെത്തുന്ന ഫിത്നകൾ, അങ്ങനെ വന്നെത്തുന്ന ഒരു കാലത്തിന് മുൻപ് നിങ്ങൾ അമലുകൾ ചെയ്യുക. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയംസി കാഫിറൻ. രാവിലെ ഒരാൾ മുഅ്മിനായിരിക്കും, രാത്രിയാവുമ്പോൾ കാഫിറാവും. എത്ര ആളുകളെയാണ് മുൻപ് നല്ല താടി വെച്ച് നിസ്കാരത്തിലും മറ്റൊക്കെ കണ്ടിരുന്ന ആൾക്കാർ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ആ നാട്ടിലേക്ക് പോയാൽ അവരെ കാണാനില്ല. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നിസ്കാരമില്ല. സഹോദരങ്ങളെ, നമ്മളതിൽ പെട്ടുപോകരുത്. ദീൻ അള്ളാഹു തരുന്ന നിഅമത്താണ്. അതിന് വില കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. നമ്മൾ ഹിദായത്തിന് നമ്മളായിട്ടൊരു വില കൊടുത്തിട്ടില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അവനാൻ്റെ ദീന് മുറുകെ പിടിക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തുക. മരിക്കുന്ന മുസ്ലിമായി മരിക്കാൻ ഇപ്പോൾ ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ട് മരിക്കൂ എന്നല്ല പറഞ്ഞത്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പം എങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എപ്പോഴും മുസ്ലിമായി ജീവിക്കുക. അപ്പം എന്തായാലും മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കാൻ പറ്റും. അതുപോലെ ദുആ ചെയ്യുക, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. സഹോദരങ്ങൾ, ഇസ്ലാമിലും തൗഹീദുൽ സുന്നത്തിലായ ഒരാൾക്ക് മരിക്കാൻ കഴിയാന്നുള്ളത് ഈ കാലത്ത് എത്ര പറഞ്ഞാലും വിലമതിക്കാൻ കഴിയാത്ത നിഅമത്താണ്. തൗഹീദിൽ സുന്നത്തിലായി മരിക്കാൻ. മരണം എന്തായാലും വരും, പക്ഷേ ഇതിൽ സുന്നത്തിലും തൗഹീദിലായി മരിക്കാൻ പറ്റുക എന്നുള്ളത് ഇത് വലിയ നിഅമത്താണ്. അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക. കണ്ട തർക്കങ്ങളും ഇതൊക്കെയും ഇത് നിർത്താനായില്ലേ? എത്ര കാലമായി നമ്മളിത് പഠിക്കുന്നു, പഠിച്ചത് അമലാക്കുക. ഓരോ വേണ്ടാത്ത ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇറങ്ങിപ്പോവുക. അവനവൻ്റെ അമൽ നന്നാക്കുക. സാധിക്കുന്ന ആൾക്കാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, ഹൈർ എത്തിച്ചു കൊടുക്കുക. മസ്ജിദ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലപോലെ കാര്യങ്ങൾ ചെയ്യും, ഹൈറുകൾ പ്രചരിപ്പിച്ചു കൊടുക്കുക. അവനവന് ചെയ്യാൻ പറ്റുന്ന നന്മ എന്താ ചെയ്തു കൊടുക്കുക. ഒന്നും പറ്റില്ല, നിൻ്റെ നല്ല മക്കളെ നിൻ്റെ മക്കൾക്ക് നല്ല പഠിപ്പിച്ചു കൊടുക്കുക. അവനവൻ്റെ കാര്യം നന്നാക്കുക, സേഫാക്കുക. കണ്ടതും കേട്ടതും ഒക്കെ കേൾക്കുകയും പുറകിലൊക്കെ പോവുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തരുത്. ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്താണ്. അത് അള്ളാഹുവിന് വേണ്ടിയാക്കുക. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും മരണവും അള്ളാഹു നിനക്കുള്ളതാണ്. അള്ളാഹു ദുആ ചെയ്യ, റബ്ബേ എന്നെ നിനക്ക് വേണ്ടി നീ ഉപയോഗപ്പെടുത്തണേ. അള്ളാഹു നിന്നെ അനുസരിക്കുന്നത് നീ എന്നെ ഉപയോഗപ്പെടുത്തണേ. അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകണേ. എന്നെ കൊണ്ട് ആൾക്കാർക്ക് ഹിദായത്ത് പ്രാർത്ഥിക്കുക. അള്ളാഹു ദുആ ചെയ്യുക, അള്ളാഹിനോട് ചോദിക്കുക. ദുആ നീ ഒരിക്കലും ചോദ്യങ്ങൾ അവസാനത്തേതാക്കരുത്. ദുആ ആണ് ഏറ്റവും വലിയ ആദ്യത്തെ കാര്യം. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ദുആ ചെയ്ത് ഞാൻ ഉത്തരം നൽകും. പലപ്പോഴും ചിലപ്പോൾ കുട്ടികൾ പലപ്പോഴും പല പ്രശ്നങ്ങൾ വന്ന് പറയും, ആ പ്രശ്നം ഈ പ്രശ്നം ഇന്ന ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ നോക്കൂ, എന്ത് ചോദ്യത്തിനും ഉത്തരമായി നൽകാൻ പറ്റുന്ന ഒരു ഉത്തരം ദുആ ആണ്. നിനക്കെന്ത് പ്രശ്നമുണ്ട് നിനക്ക് ദുആ ചെയ്യാം. നിനക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ പോലും നിനക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? അല്ലാഹ് ദുആ ചെയ്യും, റബ്ബൊരു വഴി കാണിച്ചു. പ്രാർത്ഥന നിസ്സാരമാക്കി കാണരുത്. അള്ളാഹുവിനോടുള്ള ബന്ധം നന്നാക്കുക. മരിക്കുന്ന നല്ല അവസ്ഥയിലാവുക. കണ്ണുകൾ താഴ്ത്തുക. ഫിത്നകൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. കണ്ണ് താഴ്ത്തുക. ഫിത്നകളിൽ നിന്ന് കണ്ണ് താഴ്ത്തി പിടിക്കുക. രക്ഷപ്പെട്ടു പോകാനുള്ള പരിശ്രമത്തിലാവുക. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ പോലെ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ ചെയ്തില്ലേ, പേടിക്കണ്ട. അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം പരലോകത്തെത്തുമ്പോൾ കഫാഫായിരുന്നെങ്കിൽ, എനിക്ക് അനുകൂലവുമാവണ്ട പ്രതികൂലവുമാവണ്ട എന്ന അവസ്ഥയിൽ ഞാനൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രക്ഷപ്പെട്ടു പോവുക, അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് പ്രവേശിക്കാതെ സ്വർഗത്തിലേക്കൊന്ന് കാലെടുത്ത് വെക്കാൻ പറ്റുക. ഖലാസ്, കഴിഞ്ഞു. പണിയെടുത്തത് രക്ഷപ്പെട്ടു എന്നായി. പക്ഷെ അതിനു വേണ്ടി പണിയെടുക്കുക. സ്വർഗം ഹദീസിൽ വന്നതുപോലെ അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അറിയുക അള്ളാഹുവിൻ്റെ
പക്കലുള്ള മുതൽ, കച്ചവട മുതൽ വില കൂടിയതാണ്. സ്വർഗമാണ്, വില ഉള്ളതാണ്. ആ വിലക്കനുസരിച്ച് പണിയെടുക്കുക. കൂടിയ വിലക്കുള്ളത് കൂടിയ പണിയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. اللهم ربنا تقبل منا انك انت السميع العليم. صلى الله وسلم بارك على نبينا محمد وعلى اله وصحبه وسلم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك.